കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പം എല്ലാവരും വരൂ, തൊഴാൻ വരൂ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലെ ഗണപതിനെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിയിട്ട് പോവാം. അങ്ങനെ ഗോപുരവാതിൽ കയറിയിട്ട് അങ്ങനെ പോവാം. അങ്ങനെ പോയിട്ട് വാതിൽ മാടത്തിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് നേരെ പോവാം. ഇന്നെന്താണ് ചതുർബാഹുവായ വിഗ്രഹത്തിലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എന്താണ്, ആരാണ് എന്നൊക്കെ ഒന്നറിയാനുള്ള ആകാംക്ഷയായിട്ടല്ലേ നമ്മളെ പോക്ക്. അപ്പോൾ എല്ലാവരും വേഗം വരൂ, നമുക്ക് നേരെ പോയി തൊഴുത് ഗുരുവായൂരപ്പനെ കാണാം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങാം. അങ്ങനെ മേൽപ്പത്തൂർ ഇന്നിപ്പോൾ നാരായണീയ ദിനമാണ്. അപ്പോൾ മേൽപ്പത്തൂരിന് പ്രത്യേകമായിട്ട് ഒന്ന് സ്മരിക്കാം. അതുപോലെ നരസിംഹാവതാരം ആയ ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. നേരെ ഇങ്ങനെ പോരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ ഇന്നത്തെ കളഭാലങ്കാരം ഇന്ന് കാണാനുള്ളത് കാൽമിലത പൊന്തളകളൊക്കെ ഇട്ട് ചെറിയൊരു ഉണ്ണിക്കണ്ണനാണ്. കയ്യുമ്മിൽ പൊന്തളകളുണ്ട്, കൈവളകളുണ്ട്, കാതിൽ പൂക്കളുണ്ട്, ചെവിപ്പൂക്കളുണ്ട്. അതേപോലെ മാല ഉണ്ട്, ചെറിയ ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. ഒരു കയ്യിൽ വെണ്ണ ഉണ്ട്, അരയിലൊരു കയറുണ്ട്, കയറിൻ്റെ അറ്റത്ത് ഉരുളുണ്ട്. ഉരലിൽ കെട്ടിയ ബാലനായിട്ട് ഒന്ന് ദാമോദരനായിട്ടാണ് ഗുരുവായൂരിലെ ആ ശ്രീലകത്ത് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണെന്ന്. അപ്പോൾ അത് എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ദാമോദരനായിട്ടാണ് ആ ശ്രീലകത്ത് നിൽക്കുന്നത്. അതേപോലെ വെളുത്ത പൂവും ചുവന്ന പൂവായിട്ടുള്ള ഒരു മാല, ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തെച്ചിയും തുളസിയായിട്ടുള്ളൊരു ഉണ്ടമാലയും, അതേപോലെ പീലിത്തിരുമുടി കെട്ടിയിട്ടുള്ള തുളസിമാലയും താമരമാലയും കൂടിയാണ്. ഇന്ന് വെളുപ്പിനാണ് കൂടുതൽ അഴകായിട്ട് കാണാനുള്ളത് കേട്ടോ. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ നിറയെ തുളസി ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരുപാട് തുളസി മാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. 4-5 ഉണ്ട് തോന്നുന്നു. നല്ല കാഴ്ചയാണ് കാണാനുള്ളത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഇന്നത്തെ ദാമോദര സ്വരൂപത്തെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി നമുക്ക് തൊഴുത് ഇറങ്ങാം. സോപാനപ്പടിയിൽ നിന്ന് നമുക്ക് തൊഴുതിറങ്ങി തിടപ്പള്ളിയിൽ ഒന്ന് നോക്കി തൊഴാം. അതുപോലെ അഗ്നികോണിൽ നോക്കി ഒന്ന് തൊഴാം. അതേപോലെ ആ സപ്തമാതാക്കളെ തൊഴുത് അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് എത്താം. വിഘ്നേശ്വരൻ്റെ അടുത്ത് ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് നല്ല കളഭം കൊണ്ട് ചന്ദനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. നിറയെ മാലകളുണ്ട്. വളരെ സുന്ദര കുട്ടിയായിട്ടാണ് നമ്മുടെ ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ഗണപതി ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ വിഘ്നങ്ങളും അകറ്റി നമ്മളെ നേർവഴിക്ക് നടത്താനുള്ള ആ ഒരു അനുഗ്രഹം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടെ ഏത്തൊക്കെട്ട് ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവിയുടെ അടുത്ത് നോക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഓരോരോ വിഗ്രഹങ്ങളും കാണാം. അങ്ങനെ വീണ്ടും നമുക്ക് ആ ചെറിയ ഗണപതി ഭഗവാനെ കാണാം. അങ്ങനെ ഗണപതി ഭഗവാനെ ഒന്ന് തലോടിയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമ രാമ രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുത് വന്ന് നമ്മൾ അനന്തപത്മനാഭ സ്വാമീനെ കണ്ടു തൊഴാം. ധാരാളം മാലകളായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്.
മേൽശാന്തിയുടെ അടുത്തുനിന്ന് പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് അർച്ചന പ്രസാദമൊക്കെ അവിടെ നിന്ന് കിട്ടും. അതൊക്കെ തൊട്ട് അങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ആ വിഗ്രഹങ്ങളൊക്കെ ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് കണ്ട് അങ്ങനെ മുരുക ഭഗവാനെയൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഓം ഐം ബ്രീം ഹനുമാൻ ഓം മേ ശ്രീരാമദൂതായ നമ. ഓം ഐം ഭ്രീം ഹനുമതേ ശ്രീരാമദൂതായ നമ. അങ്ങനെ ഹനുമാൻ സ്വാമീനെയൊക്കെ വന്നിച്ച് ആ കുങ്കുമൊക്കെ എടുത്ത് തൊട്ട് അതേപോലെ ഇനി ആ രാധാകൃഷ്ണ വിഗ്രഹം കാണാം, വസുദേവരുടെയും ഒക്കെ കാണാം. അങ്ങനെ നമ്മൾ അതിൻ്റെ അവിടേക്ക് കോവിൻ്റെ അവിടേക്ക് വന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ആ ഗ്രില്ലിനപ്പുറത്തേക്ക് വന്ന് ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ മണിക്കിണർ നോക്കാം. അതേപോലെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട്, നൃത്തറയിലേക്ക് നോക്കിയാൽ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ആ സങ്കല്പത്തിൽ അവിടെ നൃത്തം ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നമുക്കവിടെ നോക്കി തൊഴാം. അങ്ങനെ വരുമ്പോൾ തിരിച്ചു വന്ന് കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണാട്ടവും ഒക്കെ അതൊക്കെ കണ്ടിങ്ങനെ വന്ന് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൽ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി നേരെ എടത്തരികത്തുകാവിലമ്മയുടെ അടുത്തേക്ക് വരാം. എടത്തരികത്തുകാവിലമ്മയുടെ അടുത്ത് വന്ന് ഇനി നമുക്ക് എടത്തരികത്തുകാവിലമ്മയെ കാണാൻ പോവാം. എല്ലാവരും വരും. എടത്തരികത്തുകാവിലമ്മയുടെ അടുത്തേക്ക് വന്ന് അവിടെയും തിരക്കുണ്ട്. അമ്മേനെ കണ്ട് വളരെ അതിസുന്ദരിയായിട്ട് തന്നെയാണ് ആ ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ട് നല്ല മാലയൊക്കെ ഇട്ടിട്ട് നല്ല പൊട്ടൊക്കെ ഇങ്ങനെ വെച്ച്, വട്ടത്തിലുള്ള പൊട്ടാണ്, അതൊക്കെ വെച്ചിങ്ങനെ നിറയെ പൂക്കൾ അർപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അന്ന് നമ്മളെ ഭക്തർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മേനെ കണ്ട് തൊഴുത് ഇനി നേരെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം അങ്ങോട്ട് ചൊല്ലിയിട്ട് തൊഴുത് കൊടിമരമൊക്കെ നോക്കി കണ്ട് തൊഴാം. അതിന് നമുക്ക് ഒന്നുകൂടിയും കൊടിമരത്തിൻ്റെ അവിടെ വന്ന് തൊഴുത് അതിൻ്റെ ഇടതുവശത്തായിട്ടൊന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ അവിടെ നിന്ന് കൂത്തമ്പലത്തിൻ്റെ അടുത്തേക്ക് വരാം. കൂത്തമ്പലത്തിൻ്റെ അടുത്ത് വന്ന് തൊഴുത് ഇനി അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് അവിടെയും നല്ല രസമായിട്ടുള്ള ആ പട്ട് ഒക്കെ ചുറ്റിയിട്ട് വെളുത്ത പട്ടും നീല പട്ടും ആണ് ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ചന്ദനം കൊണ്ട് അലങ്കാരം ചെയ്തിട്ടുണ്ട്. അപ്പം അയ്യപ്പസ്വാമിനെയും കണ്ട് തൊഴാം. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് ഇറങ്ങി ഒന്ന് വലം വെച്ചിട്ട് ഇനി പടിഞ്ഞാറ് നടയിലേക്ക് എത്തി. ദീപസ്തംഭവും കൊടിമരത്തിൽ വേണുഗോപാലിനൊക്കെ കണ്ട് തൊഴുത് അപ്പോൾ തൊഴുതിറങ്ങാം. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജ ദർശനം എല്ലാവർക്കും കിട്ടിയതായിട്ട് സങ്കല്പിക്കുക. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇന്നിപ്പോൾ നാരായണീയ ദിനാണ്. നാരായണീയം രചിച്ച് സമർപ്പിച്ച ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും മേൽപ്പത്തൂരിൻ്റെയും നാരായണീയ അതിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും നാരായണീയത്തിൻ്റെ ഒക്കെ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ അനുഗ്രഹം ലഭിക്കട്ടെ.
ഹരേ കൃഷ്ണ.